ഹായ് എവ്രിവൺ. വായുക്ഷോഭത്തിന്റെയും മലബന്ധത്തിന്റെയും ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ദന്ത്യാരിഷ്ടമാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. നാഗദന്തി, ദശമൂലം, ത്രിഫലത്തോട്, കൊടുവേലിക്കിഴങ്ങ് ഇവയാണ് ദന്ത്യാരിഷ്ടത്തിലെ പ്രധാന ചേരുവ എന്ന് പറയുന്നത്. ദന്ത്യാരിഷ്ടം സേവിച്ചാല് അർശസ്, ഗ്രഹണി, പാണ്ടു, കുഷ്ഠം, പനി, വീക്കം, പ്ലീഹരോഗം, ഹൃദ്രോഗം, ക്ഷയം, ഛർദി, കൃമി തുടങ്ങിയവ ശമിക്കുമെന്നും വിശേഷിച്ച് വായുവിന്റെയും മലത്തിന്റെയും തടവ് തീർക്കുവാൻ അധികം സാമർഥ്യമുള്ളതാണെന്നും അഷ്ടാംഗ ഹൃദയത്തില് പറയുന്നു. അതുപോലെ പൈൽസിന്റെയും ദഹനക്ഷയത്തിന്റെയും ചികിത്സയില് മികച്ച ഫലം നൽകുന്ന ഔഷധമാണിത്. വായുക്ഷോഭത്തിനും മലബന്ധത്തിനും പൈൽസിനും വളരെ പ്രസിദ്ധമായ ദന്ത്യാരിഷ്ടം എത്ര കഠിനമായ വായുക്ഷോഭത്തിലും അതു കാരണമായി ഉണ്ടാകുന്ന വയറുവേദനയ്ക്കും വയറുവീർപ്പിനും മികച്ച ഫലം നൽകും. അതുപോലെ ദഹനക്കുറവ് അടക്കമുള്ള പ്രശ്നങ്ങൾക്കും ഛർദിക്കും ഫലപ്രദമാണ്. വിവിധ തരം ചർമ്മരോഗങ്ങളുടെ ചികിത്സയ്ക്കും ദന്ത്യാരിഷ്ടം ഉപയോഗിക്കാറുണ്ട്. സാധാരണഗതിയില് മുതിർന്നവർക്ക് 20 മില്ലി മുതൽ 30 മില്ലി വരെ ഒന്നോ രണ്ടോ നേരവും, കുട്ടികൾക്ക് 5 മില്ലി മുതൽ 15 മില്ലി വരെ 2 നേരവും ഭക്ഷണശേഷം കഴിക്കാനാണ് നിർദ്ദേശിക്കാറുള്ളത്. പിന്നെ അത് രോഗിയുടെ രോഗബലവും ശരീരബലവും അനുസരിച്ച് വ്യത്യാസം വരാം. അതുപോലെ അമിത അളവിൽ കഴിച്ചാല് വയറിളക്കത്തിന് കാരണമായേക്കാം. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള വൈദ്യനിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കുക.